മലപ്പുറം കുറ്റിപ്പുറത്ത് നഴ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ആശുപത്രി മാനേജർ അബ്ദുറഹിമാനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദൻ അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ അന്വേഷണ സംഘം ആശുപത്രിയിൽ പരിശോധന നടത്തി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ നഴ്സിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് കാരണം ഈ അബ്ദുറഹിമാന്റെ മാനസിക പീഡനമാണ് എന്ന ഗുരുതര ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ട്, പലർക്കും ജോലി അവസാനിപ്പിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സമയം കൂടിയാണ്. ചിലർ അയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെ ഇതിൽ വളരെ വിശദമായ അന്വേഷണം ആവശ്യമുള്ളതാണ്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് സമീർ? റിജിത്ത്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇതുവരെ കുറ്റിപ്പുറം പോലീസായിരുന്നു കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദൻ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് പിന്നാലെ അദ്ദേഹം ഈ ആരോപണ വിധേയനായിരിക്കുന്ന ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി. ഇവിടുത്തെ CCTVയും അതോടൊപ്പം തന്നെ മറ്റുള്ള ഡോക്ടേഴ്സിനെയും മറ്റുള്ള ജീവനക്കാരെയും ഒക്കെ തന്നെ വിശദമായി മൊഴിയെടുത്തതിന് ശേഷം അദ്ദേഹം കൂടുതൽ പേരെ ഇന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ ആരോപണ വിധേയനായിരിക്കുന്ന മാനേജറായിരുന്ന ഈ അബ്ദുറഹ്മാനെ കൂടി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മൊഴിയും അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ ശേഖരിച്ച ശേഷം ഇതിൽ നിന്നും ഒരു വിലയിരുത്തലെത്തിയതിന് പിന്നാലെയായിരിക്കും ഈ അബ്ദുറഹ്മാനെ കൂടി വിശദമായി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശിനിയായിരിക്കുന്ന ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നഴ്സ് അമീന ജീവൻ ഒടുക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. അതിന് പിന്നാലെയാണ് കുടുംബവും സഹപ്രവർത്തകരും ഈ അബ്ദുറഹ്മാന്റെ മാനസികമായ പീഡനമാണ് ഈ പെൺകുട്ടി ജീവൻ ഒടുക്കാൻ കാരണമായത് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുണ്ടായത്. അതിന് പിന്നാലെ CPM മറ്റുള്ള പാർട്ടികളും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുറ്റിപ്പുറം പോലീസിൽ നിന്നും ഈ തിരൂർ DYSP കേസ് ഏറ്റെടുക്കുകയും വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. റിജിത്ത്, സമീർ, ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം എന്നുള്ള നിലയിൽ കുറ്റിപ്പുറം പോലീസിന്റെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കൽ പോലുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഈ അബ്ദുറഹിമാനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പുതിയ അന്വേഷണ സംഘം എപ്പോൾ കടക്കാനാണ് ആലോചിക്കുന്നത് സമീർ? റിജിത്ത്, നേരത്തെ കുറ്റിപ്പുറം പോലീസായിരുന്നു കേസ് അന്വേഷണം ഉണ്ടായിരുന്നത്. ഇതുവരെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരും മറ്റുള്ള ഈ നേരത്തെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നവരുമൊക്കെ തന്നെ കുറ്റിപ്പുറം പോലീസിൽ പരാതിയും അബ്ദുറഹ്മാനെതിരെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവരുടെയൊക്കെ തന്നെ മൊഴി കുറ്റിപ്പുറം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധവും ജനരോഷവും ഒക്കെ തന്നെ ആശുപത്രിക്കെതിരെയും ഈ ആശുപത്രി മാനേജർക്കെതിരെയും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് DYSP ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ DYSP ആദ്യ പരിഗണന എന്നുള്ള നിലയ്ക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തി CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ സമീർ ബിൻ കരീം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മലപ്പുറത്ത്.